ആലപ്പുഴ ആറാട്ടുപുഴയിൽ വയോധികയെ തെരുവുനായ കടിച്ചു കൊന്ന സംഭവത്തിന്റെ ഞെട്ടൽ മാറാതെ നാട്. തെരുവുനായ ശല്യം രൂക്ഷമായ പ്രദേശത്ത് വീട്ടുകാർ 81-കാരി കാർത്യാനിയമ്മയെ വീടിന് പുറത്ത് കിടത്തിപ്പോയപ്പോഴായിരുന്നു ആക്രമണമുണ്ടായത്. അമ്മയെ വീട്ടിൽ ഒറ്റയ്ക്കാക്കി പോകുമ്പോൾ അയൽക്കാരോട് പോലും പറയാറില്ല എന്നാണ് പ്രതികരണങ്ങൾ. പുറത്തുനിന്ന് പൂട്ടിയാലും പട്ടിക്കകത്തൂടെ കയറാൻ പറ്റും. ഈ പ്ലാസ്റ്റിക് വെച്ചായിട്ട് ഇതിലൂടെയൊക്കെ ഇടവുള്ളിടത്തോടെ പട്ടി കയറി. പക്ഷേ ഈ വല്യമ്മയ്ക്ക് ഈ 81 വയസ്സായ വല്യമ്മയ്ക്ക് വലുതായിട്ടൊന്നും സംസാരം ഇവരിങ്ങനെ കിടന്ന് കരയുന്നെന്ന് പറയുന്നു. പക്ഷെ കരയുന്നെങ്കിലും നമുക്ക് ഇതെന്തുവാന്നുള്ളത് അറിയുന്നില്ല. ഇവരെവിടെങ്കിലും അല്ല ഒന്ന് പറയിച്ചും പോകത്തില്ല. ഈ തള്ളെ വെളിക്കിരുത്തിക്കൊണ്ട് പോകുന്നല്ലാതെ ആരോട് അയലുകാരും സഹകരണമില്ല. അത് അവരകത്തായിരുന്നെങ്കിലും കുഴപ്പമില്ല, അവരെ പുറത്തേറ്റ് പൂട്ടി വെച്ചാൽ പോയിരിക്കുന്നു. എന്നാൽ കാർത്യായനിയമ്മയുടെ ആവശ്യപ്രകാരമാണ് പുറത്ത് കിടത്തിയത് എന്നാണ് മകന്റെ മൊഴി. നിങ്ങൾ വന്ന് നോക്കുക, അകത്ത് അമ്മയ്ക്ക് ഒരു മുറിയുണ്ട്. പക്ഷെ ഈ സ്റ്റെപ്പ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കയറണ്ടല്ലോ, പ്രായമല്ലേ. ഞാനത് കാരണം ഞാൻ പറയാം, ഒന്നീ ആ അമ്മ അകത്തിരി, അല്ലെങ്കിൽ വെളിയിലേ മോനെ ഞാൻ വെളിയിലേക്കാം, നീ വരുമ്പോഴത്തേനും ഞാൻ അകത്ത് കയറാം. അപ്പോൾ അവൾ ചിലപ്പം വെളിയിൽ കൊണ്ട് കൊടുക്കും, അല്ലെ അകത്താണെങ്കിൽ അമ്മയ്ക്ക് അകത്തിരുന്ന് ഭക്ഷണം കൊടുക്കും. ഇതല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്? അമ്മ അങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാം. ഇത് അങ്ങനെ ഒരു വീട്ടിലെ ഒരാൾ എന്ന് പറഞ്ഞ പോലെ നടക്കുകയും എടുക്കുകയും ചെയ്യുന്ന ഒരാൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചില്ലല്ലോ ഈ പട്ടി ഒരിതുണ്ടാവുമെന്ന്. മരിച്ച കാർത്യായനിയമ്മയുടെ സംസ്കാരം വൈകിട്ട് തകഴി അരയൻചിറയിലെ വീട്ടുവളപ്പിൽ നടക്കും. വിവരങ്ങളുമായി മനീഷ് മഹിബാൽ ഇപ്പോൾ ചേരുന്നുണ്ട്. മനീഷ്, മകന്റെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായോ? എപ്പോഴാണ് സംസ്കാരം? മനീഷ്. ഉന്മേഷ്, 2 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരുന്നു. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ട് നൽകിയിട്ടുണ്ട്. വൈകിട്ട് 4:30 തകഴിയിൽ അരയൻചിറ ഈ അമ്മയുടെ വീട്ടിൽ വെച്ച് ഇത് നടക്കുമെന്നാണ്, ശവസംസ്കാര ശുശ്രൂഷകൾ നടക്കുമെന്ന്, കാർത്യായനിയമ്മയുടെ ചടങ്ങുകൾ നടക്കുമെന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നേരത്തെ തന്നെ ഇൻക്വസ്റ്റ് നടക്കുമ്പോഴൊക്കെ തന്നെ മനസ്സിലായ വിവരം പറഞ്ഞിരുന്നു ഒരുപാട് രക്തം വാർന്നിരുന്നു എന്ന് ബോധ്യപ്പെട്ടിരുന്നു. ഇന്നലെ പോലീസ് സംഘം ഈ മകന്റെ മൊഴി എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നത്, ആ സമയത്ത് നാട്ടുകാരുടെയൊക്കെ തന്നെ മൊഴി പറഞ്ഞിരുന്നത് മണിക്കൂറുകളോളം ഈ കാർത്യായനിയമ്മ അവിടെ കിടന്ന സമയത്ത് ഒരുപാട് രക്തം വാർന്നു. അതായത് മുഖത്ത് തന്നെ ഈ നായ്ക്കൾ ഒരുപാട് നേരം കടിച്ചു നിന്നു. അങ്ങനെ മുഖത്തിന്റെ ഒരു കണ്ണൊഴിച്ചുള്ള മുഴുവൻ ഭാഗവും നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് രക്തം വാർന്നത് തന്നെ മരണത്തിന് കാരണമായേക്കാം. അത് പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനി വരേണ്ടിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് എന്താണെങ്കിൽ അസ്വാഭാവിക മരണത്തിന് തൃക്കുന്നപ്പുഴ പോലീസ് എടുത്ത് അതിന്റെ അന്വേഷണമൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എവിടെയാണ് ഈ തെറ്റുപറ്റിയതിനടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഈ സ്ഥലത്ത് അതിരൂക്ഷമായിട്ടുള്ള ഈ തെരുവ് നായ്ക്കൾ ഉള്ള ഒരു സ്ഥലവും അതിന്റെ ശല്യം രൂക്ഷമായിട്ടുള്ള സ്ഥലവും ഇതിനു മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തെരുവ് നായ്ക്കൾ ആളുകളെ കടിച്ചിട്ടുള്ള മേഖലയിൽ കൂടിയാണ്. കഴിഞ്ഞ ക്രിസ്മസ് പ്രമാണിച്ചാണ് ഈ അമ്മ കാർത്യായനിയമ്മ ഇളയ മകന്റെ ഭാര്യയുടെ വീടാണ് ആറാട്ടുപുഴയിലുള്ള, അവിടെ വന്നത് ക്രിസ്മസ് പ്രമാണിച്ചാണ് വന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ മകന്റെ വീട്ടിൽ വന്ന് നിൽക്കാറുള്ളത് പതിവാണ്. അങ്ങനെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വന്നതെന്നാണ് അറിയുന്നത്. ഇതിനു മുൻപ് വന്നത് 4 മാസങ്ങൾക്ക് മുൻപാണ്. വരുമ്പോഴൊക്കെ ഇങ്ങനെ പുറത്താണ് പകൽ കഴിയാറുള്ളതെന്നാണ് പറയുന്നത്. അമ്മയുടെ ഇഷ്ടപ്രകാരമാണ് പുറത്തൊരു ഷെഡ് കെട്ടി പകൽ അവിടെ ഇരിക്കും. ആ പകൽ സമയത്ത് മകളും വീട്ടിലില്ലാത്തപ്പോൾ ഒറ്റയ്ക്കായിരിക്കും. ആഹാരം ഈ ഷെഡിൽ വെച്ച് തന്നെ ഇരുന്ന് കഴിക്കുന്നതാണ് പതിവ്. പക്ഷേ ഇത് ഒരു തെരുവ് നായ്ക്കൾ കൂടുതലായ ആളുകളെ ആക്രമിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഇങ്ങനെ ഈ നായ്ക്കൾ വീടിനകത്ത് കയറി വന്ന് ഇങ്ങനെ ആക്രമിക്കുന്നത് കരുതിയില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു മുൻകരുതലോ അല്ലെങ്കിൽ അമ്മയെ സംബന്ധിച്ചുള്ള ഒരു ജാഗ്രത അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചൊരു അറിയിപ്പോ നാട്ടുകാർക്കൊന്നും കൊടുത്തിട്ടില്ലെന്നുള്ള കാര്യമുണ്ട്. എന്താണെങ്കിലും ഇനി ഈ അമ്മയുടെ കാർത്യായനിയമ്മയുടെ ശവസംസ്കാര ചടങ്ങുകൾ തകഴിയിൽ അല്പ നിമിഷത്തിനുള്ളിൽ നടക്കും. ഉന്മേഷ്.